പാറ്റ പാർട്ടിക്ക് പിന്തുണയുമായി ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമി സംഘടനയും രംഗത്ത് വന്നതോടെ ഏതാണ്ട് ഒരു കാര്യം ഉറപ്പായി. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. അതായത് ബംഗ്ലാദേശിൽ എന്താണോ നടന്നത് അതാണ് ഇന്ത്യയിൽ നടത്താൻ വേണ്ടി രാജ്യവിരുദ്ധർ ശ്രമിക്കുന്നത്. അതാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. അതായത് മോദിയെ താഴെ ഇറക്കി രാഹുലിനെ ഒരു ഇടക്കാല പ്രധാനമന്ത്രിയാക്കണം. അതാണ് രാഹുലിന്റെ ലക്ഷ്യം. അതാണ് ഡീപ് സ്റ്റേറ്റിന്റെ പ്രധാനപ്പെട്ട അജണ്ട. അതാണ് ജോസ് സോറസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതാണ് ഖലിസ്ഥാൻ വാദികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടിയാണ് രാഹുൽ ഗാന്ധി യൂറോപ്പ് രാജ്യങ്ങളിൽ സ്വന്തം സുരക്ഷാ ഉദ്യോഗസ്ഥരോട് പോലും ഒന്നും പറയാതെ ഒളിച്ചും പാത്തുമൊക്കെ വിദേശ രാജ്യത്ത് ചെന്ന് കുറെ രാജ്യദ്രോഹികളുടെ കൈയും കാലുമൊക്കെ പിടിച്ച് നേരെ ഡൽഹിയിലേക്ക് വിമാനമിറങ്ങി വന്ന് നേരെ ജന്തർ മന്ദിറിലുള്ള CJP പ്രവർത്തകർ, അതായത് അഭിജിത് ദീപ്കയുടെ അടുത്ത് നിന്ന് പിന്തുണയൊക്കെ നൽകിയത്. നാണമുണ്ടോ രാഹുൽ ഗാന്ധി എന്ന് ഈ ഒരു വേളയിൽ ചോദിക്കേണ്ടി വരും ചിലപ്പോൾ, ചില തെളിവുകൾ കൂട്ടി വായിക്കുമ്പോൾ. നിലവിൽ ഇതാ മോദിയുടെ ഔദ്യോഗിക വസതിയിൽ വരെ രാഹുലും രാജ്യദ്രോഹികളും പ്രതിഷേധിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. കേരളത്തിലുള്ള UDFന്റെ മന്ത്രിമാരടക്കം രാഹുൽ ഗാന്ധിയോടൊപ്പം രാജ്യദ്രോഹികളും കൂടാതെ UDFിൽ നിന്ന്, അതായത് കേരളത്തിൽ നിന്നുള്ള UDFിലെ മന്ത്രിമാർ ഉൾപ്പെടെ നേരെ ഇപ്പോൾ ഡൽഹിയിൽ നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിൽ പ്രതിഷേധത്തിനായി പങ്കുചേർന്നിരിക്കുകയാണ്. കേരളത്തിന് വേണ്ട പല ആവശ്യങ്ങൾക്കും കേന്ദ്ര സർക്കാരുമായി ചെന്ന് ആശയവിനിമയം നടത്താനോ ചർച്ച നടത്താനോ ഒന്നും ഇവർക്ക് താല്പര്യമില്ല. പക്ഷെ പ്രതിഷേധത്തിന് ഈ കതറിട്ട ചില മന്ത്രിമാർ മുൻപന്തിയിൽ നിൽക്കും എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിരിക്കണം. അതായത് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ വസതിയിൽ എത്തിയതുപോലെ എന്നാൽ ഇന്നലെ തന്നെ അങ്ങനെ ഏതാണ്ട് ഒരു സംഭവമാണ് അവിടെ ഉണ്ടായത്. പക്ഷേ ഞായറാഴ്ച വൈകുന്നേരത്തോടു കൂടി തന്നെ SBGക്കും IBക്കും എല്ലാവർക്കും ഒരു കനത്ത സുരക്ഷ തന്നെ അവരൊരുക്കി. അവർക്കൊരു രഹസ്യാന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതാണ്. ഇങ്ങനെയൊക്കെ ഒരു സംഭവിക്കും. പാറ്റ പ്രവർത്തകർ ഡൽഹിയിൽ എന്ത് ആക്രമണവും അഴിച്ചുവിടാനുള്ള ഒരു ഇതിലാണ് അവർ നിൽക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയായ ലോക് കല്യാൺ മാർഗിന് മുന്നിൽ പ്രതിഷേധ ധർണയാണ് അവർ ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവർ അടിയന്തരമായി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. കേരള മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ള നേതാക്കൾ പ്രതിഷേധ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ പ്രതിഷേധിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള ഡീൻ കുര്യാക്കോസ്, PC വിശ്വനാഥ്, KC വേണുഗോപാൽ എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയാണ്. അതായത് ജനങ്ങൾക്ക് ഒരു ഉപകാരവുമില്ലാത്ത നേതാക്കന്മാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലോക് കല്യാൺ മാർഗിൽ പ്രതിഷേധം നടത്തുകയാണ്. എന്തിനു വേണ്ടിയാണ് പ്രതിഷേധമെന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരമില്ല എന്നുള്ളത് അടുത്തൊരു പ്രധാന കാര്യമാണ്. പ്രതിഷേധത്തിനിടെ PC വിശ്വനാഥിനെ ഡൽഹി പോലീസ് ചവിട്ടിക്കൂട്ടി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഡീൻ കുര്യാക്കോസിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. റോഡിലൂടെ വലിച്ചഴിച്ചതിന് പിന്നാലെയാണ് ഡീൻ കുര്യാക്കോസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൂടാതെ ഇവർക്ക് കിട്ടിയ ഫണ്ടുകൾ എങ്ങനെ വന്നു, ഏത് രീതിയിൽ വന്നു, ആരുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് ഇപ്പോൾ കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ പരിശോധിക്കുകയാണ്. നീറ്റ് ചോദ്യ പേപ്പർ ചോർച്ചാ വിഷയത്തിൽ CJP പ്രതിഷേധത്തിനിടെ അറസ്റ്റിലായവർക്കും കസ്റ്റഡിയിലായവർക്കും ആക്രമിക്കപ്പെട്ടവർക്കും നിയമസഹായം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ്. നിയമസഹായം ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാൻ പ്രതിപക്ഷ പാർട്ടി ഒരു ഗൂഗിൾ ഫോം ലിങ്ക് പുറത്തിറക്കിയിട്ടുണ്ട്. AICC സാധ്യമായ എല്ലാ സഹായവും നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഇൻചാർജ് കമ്മ്യൂണിക്കേഷൻ ജയറാം രമേശ് പറയുന്നത്. പാർലമെന്റ് സ്ട്രീറ്റ്, കൊണോട്ട് പ്ലേസ്, മറ്റു പോലീസ് സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഭാരതീയ ന്യായ സംഹിത, ആയുധ നിയമം, പൊതുസ്വത്ത് നശിപ്പിക്കൽ, വലിയ രീതിയിൽ നാശനഷ്ടമുണ്ടാക്കൽ എന്നിവ ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ CJP പ്രവർത്തകർക്ക് നേരെ ഡൽഹി പോലീസ് കേസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഒരു 50-60 വർഷം ജയിലിൽ കിടക്കാനുള്ള എല്ലാ വകുപ്പുകളും ഡൽഹി പോലീസ് ചേർത്ത് വച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രകാരം. പിന്നെ ഓൺ ഡ്യൂട്ടി ഓഫീസർ, അവർക്ക് നേരെ വധശ്രമം, അവരെ മർദ്ദിക്കൽ, അവർക്ക് നേരെ ആക്രമണം അയച്ചുവിടൽ എന്നിവ വകുപ്പും കൂടി CJP പ്രവർത്തകർക്ക് നേരെ ഡൽഹി പോലീസ് ചാർജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.